നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ മകരമാസം 1-ാം തീയതി, അതായത് തമിഴ്നാട്ടിൻ്റെ ഭാഗങ്ങളിലും കർണാടകയിലുമെല്ലാം തന്നെ തൈപ്പൊങ്കൽ എന്നറിയപ്പെടുന്ന അതിവിശേഷപ്പെട്ട ഒരു ദിനമാണ്. പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടില്ലേ, തൈ പിറന്നാൽ വഴി പിറക്കും എന്നുള്ളത്. അതായത് ഒരുപാട് കഷ്ടപ്പാടുകളാണ് അന്നെല്ലാം കർഷകർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് തൈമാസം മകരമാസത്തിലാവുമ്പോൾ കൊയ്ത്തെല്ലാം തുടങ്ങുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം ഉണ്ടാകും. ആ നെല്ല് വെച്ച് അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ സാധിക്കും, അത് വിറ്റ് നമുക്ക് പണമാക്കുവാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് പണ്ടുള്ളവർ തൈ പിറന്നാൽ വഴി പിറക്കും എന്നുള്ള ആ ഒരു വാക്ക് പറഞ്ഞു വന്നത്. പക്ഷേ അതുമാത്രമാണോ എന്ന് ചോദിച്ചാൽ അതുമാത്രമല്ല, അതിവിശേഷപ്പെട്ട സൂര്യഭഗവാനെ വഴിപാട് ചെയ്യുവാനുള്ള ഒരു ദിനം കൂടിയാണ് ഈ മകരമാസത്തിലെ ആദ്യത്തെ ദിനമായ 1-ാം തീയതി. സാധാരണ എല്ലാ ദിവസങ്ങളിലും സൂര്യ വഴിപാട് ചെയ്യുന്നതിലൂടെ നമുക്ക് ശക്തിയും ബുദ്ധിയും ആരോഗ്യവും സമ്പത്തുമെല്ലാം തന്നെ വന്നു ചേരുന്നതായിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്നത്, ഏത് ദിവസങ്ങളിൽ സൂര്യഭഗവാനെ വഴിപാട് ചെയ്തില്ലെങ്കിലും നാളെ മകരമാസം 1-ാം തീയതി സൂര്യോദയത്തിന് മുന്നേ എഴുന്നേറ്റ് കുളിച്ച് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്ത് ഞാൻ ഇവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ ജപിക്കുക. അതുമാത്രമല്ല, പൊങ്കൽ വയ്ക്കുന്ന ശീലമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ സൂര്യഭഗവാൻ ഉദിച്ചു വരുന്ന സമയമാകുമ്പോഴേക്കും പൊങ്കൽ തയ്യാറാക്കുകയും അതുപോലെ തന്നെ അത് ഭഗവാന് നൈവേദ്യമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരികയും ചെയ്യുന്നത് അത്യുത്തമമാണ്. ഇനി ആ സമയം വിട്ടുപോയി എന്നുണ്ടെങ്കിൽ രാവിലെ 9 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തിനുള്ളിൽ പൊങ്കൽ വെച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം. പക്ഷേ ഇതൊന്നും എനിക്ക് ചെയ്ത് ശീലമില്ല, ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക, കുളിച്ചു കഴിഞ്ഞതിന് ശേഷം ഒരു നല്ല ശുദ്ധമായ പാത്രത്തിൽ ശുദ്ധജലം എടുത്തുകൊണ്ട് നമ്മൾ എവിടെയാണോ സൂര്യഭഗവാനെ കാണുവാൻ സാധിക്കുന്നത് ആ സ്ഥലം, അത് നമ്മുടെ ടെറസിന് മുകളിൽ നിന്നുകൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ വീട്ടിൻ്റെ മുൻവശത്ത് മുറ്റത്ത് നിന്നുകൊണ്ട് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ബാൽക്കണിയിൽ നിന്നുകൊണ്ട് സൂര്യഭഗവാനെ നമസ്കാരം ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ശുദ്ധമായ പാത്രത്തിൽ വെള്ളമെടുത്ത് ഭഗവാനെ നോക്കി നിന്നുകൊണ്ട് നമ്മുടെ ഇരു കൈകളും നമ്മുടെ തലയ്ക്ക് മുകളിൽ ഈ വെള്ളമെടുത്ത് മുകളിലേക്ക് നോക്കി പിടിച്ചുകൊണ്ട് ഞാനിവിടെ പറയുന്ന ഈ മന്ത്രം നിങ്ങൾ 7 പ്രാവശ്യം ചൊല്ലുക. ഇത് ശുദ്ധമായ മനസ്സോടുകൂടിയും ശുദ്ധമായ ശരീരത്തോടു കൂടിയും ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. ഞാൻ മന്ത്രം ഇവിടെ കൊടുക്കാം. അതായത് സൂര്യഭഗവാനെ നമസ്കാരം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും അതിലും പ്രധാനമായിട്ടും 1-ാം തീയതി രാവിലെ സൂര്യഭഗവാനെ നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആ ഒരു തുടക്കം എന്ന് പറയുന്നത് തന്നെയാണെങ്കിൽ തീർച്ചയായും വെച്ചടി ഉയർച്ചയുണ്ടാകും. നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഇല്ലാതാകും, തൊഴിൽ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം ഓരോന്നായിട്ട് ഇല്ലാതായി പോകുന്നത് നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ്. നാളെ ഒരു ദിവസം എന്നല്ല, സകല ദിവസങ്ങളിലും, അതായത് എല്ലാ ദിവസങ്ങളിലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ വളരെ ഉത്തമമായ ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഓർമ്മയിലുണ്ടാകില്ല. ഉള്ള ജോലി തിരക്കുകൾക്കിടയിൽ ഇത് എങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ നാളെയെങ്കിലും നിങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒന്നാണിത്. അപ്പോൾ ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം 7 പ്രാവശ്യമാണ് നിങ്ങൾ ചൊല്ലേണ്ടത്. ആ മന്ത്രം ഞാനിവിടെ കൊടുക്കാം. ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത്. ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത്. ഓം ആദിത്യായ വിദ്മഹേ സഹസ്രകിരണായ ധീമഹി തന്നോ സൂര്യപ്രചോദയാത്. ഈ ഒരു മന്ത്രമാണ് നാളെ 7 പ്രാവശ്യം ചൊല്ലേണ്ടത്. ഇത് ചൊല്ലിക്കഴിഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ആ ജലം ഭഗവാന് സമർപ്പിക്കുക. അതായത് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂമിയിലേക്ക് തന്നെയാണ് ഒഴിക്കുന്നത്. അത് നമ്മൾ ഭൂമിയിലേക്ക് ഒഴിക്കുക. പിന്നീട് മനസ്സൊരുക്കിക്കൊണ്ട് സൂര്യഭഗവാനെ നമസ്കാരം ചെയ്യുവാൻ സാധിക്കുക. ഈ യോഗ എല്ലാം ചെയ്യുന്നവർക്ക് സൂര്യ നമസ്കാരം എല്ലാം അറിയാം. അതെല്ലാം നിങ്ങൾക്ക് ചെയ്ത് ശീലമുണ്ടെങ്കിൽ നിങ്ങൾ അതെല്ലാം ചെയ്യുക. അല്ലെങ്കിൽ ഇരു കൈയും കൂപ്പി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞതിനു ശേഷം നമ്മുടെ പൂജാമുറിയിലേക്ക് വന്ന് നമ്മുടെ വീട്ടിൽ ഏത് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവിയുടെ പടമാണ് ഉള്ളതെങ്കിലും ഒരൊറ്റ പടം മാത്രമാണെങ്കിലും സാരമില്ല. ഇനി പടങ്ങളെ ഞങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഒരു മൺവിളക്കെങ്കിലും തെളിയിക്കുക. ഒരു മൺവിളക്കെങ്കിലും തെളിയിച്ച് ഭഗവാന്റെ മുൻപിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. ഓം നമോ നാരായണ, ഓം നമോ നാരായണ,
ഓം നമോ നാരായണ എന്നുള്ള മന്ത്രം നമുക്ക് 21 പ്രാവശ്യവും, ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം 21 പ്രാവശ്യവും, ഓം മഹാലക്ഷ്മി ദേവിയേ നമഃ എന്നുള്ള മന്ത്രം 21 പ്രാവശ്യമായിട്ട് ചൊല്ലേണ്ടതാണ്. അതായത് ആദ്യം സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക, പിന്നെ നമ്മൾ നാരായണ സ്വാമിയുടെ മന്ത്രം, ശിവഭഗവാന്റെ മന്ത്രം, ലക്ഷ്മി ദേവിയുടെ മന്ത്രം, ഇവ മൂന്നും 21 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. അതിനു മുന്നേ നമ്മൾ വിനായക ഭഗവാനെയും കുലദൈവത്തെയും മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷമായിരിക്കണം ഈ 3 മന്ത്രങ്ങളും 21 തവണ വീതം ചൊല്ലേണ്ടത്. ഇങ്ങനെ നിങ്ങൾ നാളെ ഒരൊറ്റ ദിവസം മാത്രം ചെയ്തു നോക്കുക. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ബുദ്ധിമുട്ടുകളാണെങ്കിലും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന വഴിപാടാണ് സൂര്യദേവൻ്റെ വഴിപാട് എന്ന് പറയുന്നത്. അതും പ്രത്യേകിച്ചും ഈ മകരമാസം 1-ാം തീയതി, അതായത് മലയാള മാസം 1-ാം തീയതി എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം പോലെയാണ്. എല്ലാ മാസങ്ങളിലും 1-ാം തീയതി വരുമ്പോൾ നമുക്ക് എന്തോ ഒരു സന്തോഷമാണ്, ഒരു പ്രതീക്ഷയാണ്. എന്നും വീട്ടിൽ ദീപം തെളിയിക്കാത്തവർ ആ ഒരു ദിവസമെങ്കിലും വീട്ടിൽ ദീപം തെളിയിക്കും. മനസ്സ് ശുദ്ധമായിരിക്കുവാനും ശാന്തമായിരിക്കുവാനും ശ്രമിക്കും. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കും. ഇങ്ങനെയെല്ലാം ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമെന്ന് നമ്മൾ പരിപൂർണമായും വിശ്വസിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന നമ്മൾ സൂര്യദേവനെയും നമ്മുടെ ഗോവിന്ദ ഭഗവാനെയും ശിവഭഗവാനെയും ലക്ഷ്മീ ദേവിയെയും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും വിനായക ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടും പ്രാർത്ഥിച്ച് തൊഴുതു വരികയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ മനസ്സിൽ ഏത് കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിക്കാതെയാണ് ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ പോലും സാരമില്ല. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദൈവങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അതും പ്രധാനമായിട്ടും മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ ധ്യാനിക്കുന്നതിലൂടെയും കുലദൈവ അനുഗ്രഹം നമ്മുടെ വീടു തേടി വരുന്നതായിരിക്കും. കുലദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ പിന്നീട് നമുക്ക് വേറെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാം നേടി എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അതുപോലെ കഴിയുമെങ്കിൽ നാളെ ദാനങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. പല കാര്യങ്ങൾ നമുക്ക് നമ്മളെക്കൊണ്ട് എന്തെല്ലാം സാധിക്കുമോ, അതായത് സ്കൂൾ കുട്ടികൾക്ക് നമുക്ക് പേന, പെൻസിൽ, യൂണിഫോം, ബുക്ക് എന്നിവയെല്ലാം നമുക്ക് ദാനമായിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇല്ലാത്തപ്പെട്ടവർക്ക് നമുക്ക് എന്തും ദാനമായിട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അന്നദാനം എന്നുള്ളത്. ഒരുപാട് പേർക്ക് കൊടുക്കണമെന്നൊന്നും തന്നെ ഇല്ല. വെറും 3 പേർ മുതൽ നമുക്ക് 11 പേർ, 9 പേർ, 7 പേർ, 5 പേർ തുടങ്ങി ആർക്കെങ്കിലും ഒന്നിനും വഴിയില്ലാത്ത ആളുകൾ ഒരുപാട് പേർ നമുക്കിടയിൽ തന്നെ ഉണ്ട്. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിലൂടെ നമ്മുടെ പാപകർമ്മ ഫലങ്ങളെല്ലാം തന്നെ ഇല്ലാതായി തീർന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത്. നിങ്ങൾ മറക്കാതെ നാളെ നിങ്ങളെക്കൊണ്ടാകുന്ന, അതായത് രാവിലെ കൊടുക്കണമെന്നില്ല, ഉച്ചയ്ക്ക് കൊടുക്കണമെന്നില്ല, നിങ്ങൾക്ക് എപ്പോഴാണ് ഈ 3 നേരത്തിനുള്ളിൽ കൊടുക്കുവാൻ സാധിക്കുന്നത് ആ ഒരു സമയത്ത് എന്തെങ്കിലും ഒന്ന് അന്നം ദാനമായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കൊണ്ടുവരുന്ന ഒന്നായിരിക്കും. തീർച്ചയായിട്ടും 1-ാം തീയതിയും തൈപ്പൊങ്കലും ചേർന്ന് വരുന്ന ഈ ഒരു ശുഭദിനത്തിൽ നമ്മൾ ദാനം കൊടുക്കുന്നത് മുഖാന്തരം നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നാളെ രാവിലെ പൊങ്കൽ വെക്കേണ്ട സമയം, മന്ത്രങ്ങൾ ഏത് ചൊല്ലണം എന്നുള്ള കാര്യങ്ങൾ, നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ചൊല്ലേണ്ട മന്ത്രങ്ങൾ, നമുക്ക് നാളെ ചെയ്യുന്ന ഈ ചെറിയൊരു വഴിപാടിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ നേടിയെടുക്കാം എന്നതെല്ലാം തന്നെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള മന്ത്രജപങ്ങൾ, വഴിപാട് രീതികൾ, താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആത്മീകം എന്ന നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.